ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, ഷാഹുൽ ചോദിച്ചല്ലോ എത്ര വർഷത്തിന് മുമ്പാണ് ഞാൻ വന്നത്. ഞാൻ 27 വർഷം മുമ്പ് 1998 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ആദ്യമായി അബുദാബിയിൽ വന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അന്നത്തെ കാലത്ത് 45,000 റുപ്പീസ് ഏജൻറ്റിന് കൊടുത്തിട്ടാണ് ബോംബെ വഴി അബുദാബിയിലേക്ക് വന്നത്. ഒരുപാട് എന്താ പറയുക, ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്കൊരു വിദേശ രാജ്യത്ത് പോയിട്ടില്ല, കേരളം വിട്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് വരെ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾക്ക് ദുബൈയിലേക്ക് വരാൻ ഒരു വിസിറ്റ് വിസയും ഇവിടെ അളിയന്മാരും ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസിൻ ആരെങ്കിലും നമ്മളുടേതായിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് നമ്മൾക്കൊരു മൊബൈൽ ഫോൺ പോലും അന്ന് എന്താ പറയുക ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ലാൻഡ് ഫോണിൻ്റെ താഴെ വന്നിട്ട് ഇത്ര സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആകെ ഉണ്ടായിരുന്ന സഹോദരൻ അജ്മാലിൻ്റെ ആയിരുന്നു. അവൻ വിളിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും റൂമിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ടാവും, ഇന്ന സമയത്ത് വിളിക്കാമെന്ന്, അടുത്ത പ്രാവശ്യം ഇന്ന സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ കാത്തിരുന്നിട്ട് നമ്മൾ ഇവിടെ ഇന്റേണലി UAE തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നാട്ടിൽ വിളിക്കുന്നത് അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. വേറെ അടുത്ത വീട്ടിലെ അവിടെയൊക്കെ പോയി നിന്നിട്ടാണ്, ഉമ്മയും ഉപ്പയൊക്കെ നിന്നിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൺ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയുണ്ട്, നമുക്ക് മെട്രോ ഉണ്ട്, ബസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഇന്ന് കുറച്ചുകൂടി ഈസിയാണ്. കുറച്ചുകൂടി അല്ല, നല്ലോണം ഈസിയാണ്. നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലായിടത്തും ഫോൺ നമ്പർ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലം ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ചെറിയ ശമ്പളത്തിന് വന്നു, നമുക്ക് എങ്ങനെയും നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഫയർ ഉണ്ടാവും എനിക്കറിയില്ല. നമ്മുടെ തന്നെ ന്യൂ ജനറേഷൻ എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ഒരു ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ വേറൊരു തരത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ?